ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. റേഡിയോ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ടെക്സൺ എന്ന കമ്പനിയുടെ PL330 എന്ന് പറയുന്ന റേഡിയോയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് നാളായി ഇത് വാങ്ങാനായി അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് നമ്മുടെ കൈ കിട്ടിയത്. ഇത് ഞാൻ വാങ്ങിയത് Fab2Lab എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ബാക്കി എല്ലാം ചൈനയിൽ നിന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ പുറത്തുനിന്ന് വരുമ്പോൾ ഒരുപാട് പൈസ, ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും ഇതിനകത്ത്. അപ്പോൾ ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് സൈറ്റാണ്, അപ്പോൾ ഇലക്ട്രോണിക് സൈറ്റാണ്. അപ്പോൾ അവരുടെ വഴിയാണ് എനിക്കിത് കിട്ടിയേക്കുന്നത്. നമ്മുടെ ടെക്സൺ PL660 അവരുടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പീസാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിന്നിരുന്നു. ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ഷോർട്ട് കൊണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിരുന്നു ഒരു ടെക്സൺ കമ്പനി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇനി PL680 ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, 660 ഇപ്പോൾ ഇല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഒരു അനലോഗ് റേഡിയോ പോലെ ഇത് വർക്ക് ചെയ്യുന്നത്. അതേസമയം ഇതൊക്കെ DSP ചിപ്പ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ട്രൂ അനലോഗ് റേഡിയോ ആണത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കവരും പുറത്ത് ആളുകളുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇംഗ്ലീഷിലുള്ള റിവ്യൂ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇതിൻ്റെ ഇതേക്കുറിച്ച് എനിക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചില വീഡിയോകൾ ഇനി ഇംഗ്ലീഷിലും കൂടി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. പിന്നെ ജസ്റ്റ് ഇത് ഞാൻ ബാറ്ററിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. കാരണം നമുക്കിത് പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇത് ഞാൻ ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അങ്ങനെ ഇത് ഫുള്ളി ചാർജ്ഡ് ആക്കി എന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ. റേഡിയോ യൂണിറ്റ്, പിന്നെ ഒരു യൂസർ മാനുവൽ. അത് ഇംഗ്ലീഷിലാണ് കേട്ടോ. കാരണം പല യൂട്യൂബ് റിവ്യൂവിലും ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് എഴുതലൊക്കെ ചൈനീസിലുള്ളതുണ്ടെന്ന് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഞാനും പേടിച്ചു പോയി. കാരണം ഇനി വരുന്നത് ചൈനയിലാണെങ്കിൽ നമ്മൾ തെണ്ടി പോകും. അപ്പോൾ യൂണിറ്റ് ഒരു റേഡിയോ ഒരു ക്യാരിയിങ് ബാഗിലാണ് വന്നേക്കുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാഗിൽ തന്നെയാണ് അവർ തന്നേക്കുന്നത് നമുക്ക്. പിന്നെ ഒരു മൈക്രോ USB ചാർജിങ്, ഒരു നല്ലൊരു ഇയർഫോൺ, സ്റ്റീരിയോ ഇയർഫോണും ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ്. ഇതിൻ്റെ നമ്മുടെ PL660യുടെ ഒപ്പം കിട്ടിയതും ഞാൻ വെച്ചപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റേഡിയോയുടെ ഇതിലേക്ക് പോവാം. നമുക്ക് റേഡിയോ എടുക്കാം പുറത്തേക്ക്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. റേഡിയോ വരുന്നത്. ഒരു കവറിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ ടെക്സൺ PL330 DSP റിസീവറാണ്. നമ്മുടെ പ്രമാദമായ XH-Data D808ൻ്റെ അകത്ത് വരുന്ന സെയിം ചിപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പല യൂട്യൂബ് റിവ്യൂകളിലും ഷോർട്ട് വേവ് എന്തൂസിയാസ്റ്റൊക്കെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ചില ഡിവൈസുകളൊക്കെ ഈ AliExpress പോലത്തെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ ചൈനീസ് ലാംഗ്വേജ് ആയിരിക്കും ഭാഷയായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മലയാളത്തിലാണ് നമുക്ക്
മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലാണിത് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഒരു സീരിയൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന, ടെക്സൺ PL 330. ഇതുണ്ടാക്കിയിരിക്കുന്ന വർഷം 1/2023 അത് ഉണ്ടാക്കിയത്. സ്റ്റീരിയോ, FM സ്റ്റീരിയോ, ലോങ് വേവ്, മീഡിയം വേവ്, ഷോർട്ട് വേവ്, SSB DSP റിസീവർ, FM ഫ്രീക്വൻസി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മീഡിയം വേവ്, ലോങ് വേവ്, ഷോർട്ട് വേവ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ ഇതിൻ്റെ XH ഡാറ്റ D220 എന്ന് പറയുന്ന മോഡലിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഒരു പുള്ളി പിന്നെ എനിക്ക് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലല്ല, യൂട്യൂബിലല്ല, വാട്സാപ്പിൽ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫ്രീക്വൻസി പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊരു ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ആ പുള്ളി വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞത് പോയിൽ തെറ്റിപ്പോയിട്ടുണ്ടെന്ന്. BL5C എന്ന് പറയുന്ന നോക്കിയയുടെ ഫോണുകളിലൊക്കെ മുമ്പ് വന്നിട്ടിരുന്ന ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ബാക്കി വർക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അത് ഓണാക്കാം. അതിനു മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഒരു സൈസ് കമ്പാരിസൺ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സിഹോഡോൺ തന്നെ, അതായത് XH ഡാറ്റയുടെ തന്നെ R108 എന്ന് പറയുന്ന മോഡലുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ളൊരു ഇത് നമുക്ക് നോക്കാം, എന്തോരം സൈസ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ തമ്മിൽ കണ്ടിട്ട്, ചെറിയൊരു വലിപ്പം വ്യത്യാസം ഉള്ളൂ തമ്മിൽ രണ്ടും. ഇനി നമുക്ക് XH ഡാറ്റയുടെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും. D808 ഇതിനേലും വലുതാണ് ആക്ച്വലി. അപ്പോൾ കുറച്ചൊരു വലുതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ടെക്സനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വീതിയും നീളമൊക്കെ വ്യത്യാസമുണ്ട്. വളരെ ചെറുതായിട്ടുള്ള ഒരു റിസീവറാണ്. ആകെ ഇതിനകത്ത് പിന്നെ ഇല്ലാതെ പോയത് എന്ന് പറയുന്നത് RDS ആണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വളരെ നല്ല റേഡിയോ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മേളിലായി ഞാനത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സിഹോഡോൺ എന്ന് പറഞ്ഞിട്ട്. ഇത് പിന്നെ ഈ കളർ വരുന്നത് XH ഡാറ്റ D808 എന്ന് പറഞ്ഞ ഗ്രേയിഷ് ഷെയ്ഡാണ്. മറ്റേത് ബ്ലാക്കാണ്. ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്, XH ഡാറ്റ തന്നെ ബ്ലാക്ക് കളർ ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിഹോഡോൺ എന്ന് പറയുന്ന മോഡൽ തന്നെ അവർ XH ഡാറ്റയുടെ പേരിൽ തന്നെ ഇറക്കുവാൻ തോന്നുന്നു. സെയിം ബ്രാൻഡാണ്. എന്നാലും വളരെ നല്ല റേഡിയോ ആണ്. വളരെ പെർഫോമൻസും വളരെ സെൻസിറ്റിവിറ്റിയും സെലക്ടിവിറ്റിയും ഉള്ള റേഡിയോ ആണത്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ഓണാക്കാം. ഇപ്പോൾ മീഡിയം വേവിൽ ചാനൽസ് വളരെ കുറവുള്ള നേരമാണ്. ഉച്ചക്ക് 3 മണി സമയത്താണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. വോയിസ് ഓഫ് മാലഡീസ് എന്ന് പറയുന്നൊരു റേഡിയോ ഇപ്പോൾ കേൾക്കുന്നു. പക്ഷേ അത്ര ക്ലിയർ അല്ല. ആ ഒരു സ്റ്റേഷൻ മാത്രമേ നമുക്ക് ഈ സമയത്ത് കേൾക്കാൻ കഴിയുള്ളൂ. പകലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കറക്റ്റാകാത്തതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് മീഡിയം വേവ് കൂടുതൽ പോകുന്നത്. അപ്പോൾ നമുക്ക് FM ജസ്റ്റ് വെക്കാം. ചാനൽസ് എല്ലാം പിന്നെ പെട്ടെന്ന് മാറ്റും. കാരണം ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് യൂട്യൂബിന് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ചാനൽസ് മാറ്റും വരും. എല്ലാവരും റേഡിയോയിൽ പാട്ട് കേൾക്കാനായിരിക്കും നമുക്ക് റേഡിയോ ഓണായി കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹം. പക്ഷേ ഇത് യൂട്യൂബിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്
കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ട് ഓരോ ഇതും കുറച്ച് സെക്കൻഡ്സിൽ ഞാൻ നിർത്തുള്ളൂ. അപ്പോൾ ഞാനത് ഓണാക്കിയിട്ടുണ്ട്. FM വന്നിട്ടുണ്ട്. ആൻറ്റിന അത്ര ലെങ്ത്ത് പറയാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നെ നമ്മുടെ ഇതുമായിട്ട് നോക്കുമ്പോൾ എക്സൈസ് ഡാറ്റ D280 ആയിട്ട് നോക്കുമ്പോൾ ആൻറ്റിന വളരെ ചെറുതാണ്. ഇതിൻ്റെ ആൻറ്റിന വളരെ ചെറുതാണ് കേട്ടോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എക്സൈസ് ഡാറ്റയുടെ ആൻറ്റിന കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ അതുമല്ല ഇതിന് പിന്നെ വലിപ്പവും വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ ഇതിനൊരു കിക്ക് സ്റ്റാൻഡ് വരുന്നുണ്ട് എക്സൈസ് ഡാറ്റക്ക്. പക്ഷേ ടെക്സൺ PL330ക്ക് കിക്ക് സ്റ്റാൻഡ് ഇല്ല. അതൊരു പക്ഷെ എന്നാലും നല്ല റിസീവറാണെന്നാണ് പൊതുവിൽ ഉള്ള റിവ്യൂ കേൾക്കാൻ കഴിയുന്നത്. ഇതിനോടൊന്നും ഇൻക്ലൈൻഡ് അല്ലേ, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഡോക്ടർ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് അങ്ങനെയുള്ള പറയുന്നവരുണ്ട്. ഇനി മരുന്ന് കൊടുത്താൽ ഡോക്ടർ മരുന്നല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ചോദിക്കും. എന്തെങ്കിലും ചാനൽസ് എന്താണെന്ന് സെർച്ച് ചെയ്യാം. മാതൃഭൂമി ഇന്റർനാഷണൽ നിൽക്കാൻ പോകുന്നില്ല. But you can make your driving experience a little better. Listen to Radio Mango Pit Stop with me, Adarsh, and the one and only auto expert, Vivek Venugopal. Hey, this is Vivek Venugopal, your friendly neighborhood. നമുക്കൊന്ന് ഷോർട്ട് വീഡിയോ നോക്കാം. I know how to do all of these things, and I'm a man, so I know how to do it. And I was like, sure, you're born in 1990s, okay, and we all go through the same kind of education, boy and girl, in this country. So your mom and dad probably raised you in a similar mindset, that is, just take care of your studies, and mom and dad will take care of everything else. And that's pretty typical in a അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് വേവിൻ്റെ പിന്നെ 2 ആരോസ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള. അപ്പോൾ ഈ ആരോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീറ്റർ ബാൻഡാണ് ചേഞ്ച് ആവുന്നത്. നമുക്ക് കാണാൻ കഴിയും 41 മീറ്റർ ബാൻഡ്, 31 മീറ്റർ ബാൻഡ്. നമ്മൾ ഈ ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ എല്ലാം 40 മീറ്റർ ബാൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിലിട്ടിട്ട് 41 ഇട്ടിട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് രാവിലെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. രാവിലെയൊക്കെ ഉണ്ടാവും. അത് SSB ഈ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, SSB മോഡിലിട്ടിട്ട് LSB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ കഴിയും. ഈ റേഡിയോക്ക് ഭയങ്കര SSB LSB ഒക്കെ പോകുന്നത് ടെക്സൺ റേഡിയോകൾക്ക് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നൊരു പ്രത്യേകതയുണ്ട്. എക്സസ് ഡാറ്റ ഭയങ്കര പ്രോസസ്സ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് ടെക്സൺ നടക്കുന്നത്. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ സുലഭം അല്ല ടെക്സൺ റേഡിയോസ്. പണ്ട് ഒരുപാട് കിട്ടുമായിരുന്നു. അപ്പോൾ അവരെയും എക്സസ് ഡാറ്റയിലും മുമ്പ് വന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ റേഡിയോയുടെ കാര്യത്തിലൊക്കെ വളരെ പിന്നെ അവർ മുന്നിലാണ്. ടെക്നോളജി അവർക്ക് അറിയാം എന്തോരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ SSB LSB ഞാനിപ്പോൾ ഇതിൻ്റെ ഇന്ന് കിട്ടിയതുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ഫങ്ഷൻസൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഈ പിന്നെ ബാൻഡുകൾ മാറ്റുന്നതിൽ നമുക്ക് സ്ലോ ട്യൂണിങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വളരെ സ്റ്റെപ്പ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക്
പിന്നെ ഇങ്ങനെ നമുക്ക് വളരെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. വളരെ എല്ലാത്തിലും ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഇവർ. ഇപ്പോൾ ഈ ETM ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് തന്നെ പിന്നെ വളരെ ഇലക്ട്രോണിക് ട്യൂണിങ് അങ്ങനെ ഒരു ഇതാണ് ഇത് പറയുന്നത്. പിന്നെ ഈസി ട്യൂണിങ് എന്ന് പറയുന്നതും ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുള്ള റേഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഇടയ്ക്ക് വീഡിയോകളൊക്കെ ഇടാം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞതിലേക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞ് എല്ലാവരും റേഡിയോ എന്തൂസിയാസ്റ്റുകൾ, ഇലക്ട്രോണിക്സൊക്കെ താല്പര്യമുള്ളവർക്ക്, പിന്നെ റേഡിയോ നമ്മുടെ ചാനലുണ്ട്, ഇങ്ങനത്തെ ഒരു റേഡിയോ ഇലക്ട്രോണിക്സ് ചാനലുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആക്കുക. അപ്പോൾ ഒരു പിന്നെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ 10,000 നമ്മൾ എത്തണം. അപ്പോൾ 10,000 എത്തിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒരാൾക്ക്, വേറെ എല്ലാവർക്കും ഇല്ല, ഒരാൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 3 വരെയൊക്കെ സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ പറയാം. ആ വീഡിയോക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ലൈക്കും വരുന്ന ആ സമയത്ത് നമ്മൾ നറുക്കിട്ടിട്ട് കമൻറ്റുകൾ, മെയിനായിട്ട് കമൻറ്റുകൾ വരാൻ നേരത്താണ് കുറച്ചുകൂടി ഇതാവുന്നത്. അപ്പോൾ നല്ല ഇതായിട്ട് കമൻ്റ് ഇടുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കുമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നുള്ള വീഡിയോകളെല്ലാം കാണുക. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആയിരുന്നു. സേഫായിട്ടിരിക്കുക. പുതിയ വൈറസ് ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ടിരിക്കുക, മാസ്ക് ധരിക്കുക. ഓക്കെ, ഗുഡ് ബൈ.